മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഗ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായ കറിയാണ്. അപ്പം, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും പൂരി, ദോശ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നമുക്ക് നോക്കാം. ഇതധികം ഫ്ലേവറൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യുക കേട്ടോ. ഇതിൽ കുറച്ച് സ്പൈസസ്, അതായത് അധികം സ്പൈസസ് ഇല്ലാതെയാണ് ഞാൻ ഇതാക്കുന്നത്. 3 ഏലക്ക, ഒരു 4 കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, ഇത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള എടുത്ത് അതും കൂടി നന്നായി കട്ട് ചെയ്ത് ഇതിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചെയ്തെടുക്കുക. അധികം തീ കൂട്ടി വെക്കരുത്. നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ 4 പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ പച്ചമുളകാണ്, മുളക് പൊടി ഇടാത്തതുകൊണ്ട് പച്ചമുളക് കുറച്ചധികം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുരുമുളക് പൊടി മാത്രമേ ഇടാവുള്ളൂ. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ചതച്ചിട്ടിട്ടാലും മതി കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല്, ഒരു പച്ചച്ചൊവൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അധികം കുരുമുളക് പൊടി ഇടൂല. കാരണം ഇതിൻ്റെ കളർ, നമ്മൾ ഈ എഗ് സ്റ്റൂ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആകുന്നതിന് അധികം ഇടൂല കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും. ഇതൊന്നും കൂടിപ്പോകരുത്. ഗരം മസാലയൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ പോകും കേട്ടോ. ഇനി ഞാനിത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ, ഒരു കഷ്ണം ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലാവശ്യമായ വെജിറ്റബിൾസ് വേണ്ടേ, അതും കൂടി എടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിൽ ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഇടാം കേട്ടോ. നമുക്ക് ബീൻസ്, ഇതൊക്കെ എല്ലാ പച്ചക്കറി ഇടാം കേട്ടോ. ഞാനിത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ ഇടാം. ഇനി 1.5 കപ്പ് തേങ്ങാപ്പാൽ, 2ാം പാലാണ് കേട്ടോ. ഇത് 2ാം പാൽ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം. ഇനി ഇത് ചാറ് കുറുകി നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക്, ഇത് നല്ലോണം തിളക്കട്ടെ. അടച്ച് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ച് തിളക്കട്ടെ. നല്ലോണം കുറുകി വരുന്നുണ്ട് കേട്ടോ. കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ബോയിൽ ചെയ്ത് വെച്ച മുട്ട എടുത്തിടുന്നുണ്ട്. എഗ്ഗ് എടുത്തിടുന്നുണ്ട്. 4 മുട്ടയാണ് ഞാൻ എടുത്തത്. ഓരോരുത്തരുടെ വീട്ടിലെ ആൾക്കാരനുസരിച്ച് എടുക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കുക കേട്ടോ. 1.5 കപ്പ് തേങ്ങാപ്പാലാണ്. ഇനി ഇതിലേക്ക് നല്ലോണം കുറുകിക്കഴിഞ്ഞാൽ കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് കേട്ടോ. 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്ത് നന്നായി ഒന്ന്, ഇനി ഇത് തിളക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തിളക്കുമ്പോൾ ഒന്ന് ആവി വന്നാൽ മതി കേട്ടോ. ആവി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫ്രഷായ കുറച്ച് കറിവേപ്പില ഇടുക. ചട്ടി നമ്മൾ ചൂടായി കഴിഞ്ഞാൽ നല്ലോണം തിളച്ച പോലെ തോന്നും കേട്ടോ. അവിടെ സൈഡിലൊക്കെ വന്ന പോലെ ഉണ്ട്. കുഴപ്പമില്ല. തീ ഓഫാക്കിയിട്ടുള്ള കേട്ടോ. ഞാൻ ചട്ടി കുറച്ച് നേരം തന്നെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. നല്ലോണം അടച്ച് വെക്കുക. അങ്ങനെ നല്ല അടിപൊളി, വളരെ ടേസ്റ്റിയായ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എഗ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്.